ശ്രീ മുഹമ്മദ് അഷ്റഫ്, താങ്കളാണല്ലോ ഗോവിന്ദച്ചാമി ആദ്യം പിടികൂടുന്നത്. ആ ഘട്ടത്തിൽ അയാളിൽ നിന്ന് ഭീഷണി, ഇന്നലെ ഇപ്പോൾ കിണറ്റിൽ നിന്നും പിടിച്ച് പുറത്തെത്തിച്ച നാട്ടുകാരനും അയാളുടെ ഭാഗത്ത് ഭീഷണി ഉണ്ടായിരുന്നു. കുത്തിക്കൊല്ലുമെന്നാണ് പറയുന്നത്. അത്രയും അപകടകാരിയായ ഒരു പ്രതി. അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ആക്കിയിരിക്കുന്നു. അവിടെയും ഒരു സഹതടവുകാരനുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ കൺവെട്ടത്ത് തന്നെയാണ്, ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്ത് തന്നെയാണ് അയാളെ പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ കൂടുതൽ കർശനമാകുന്നു നിരീക്ഷണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഈ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് അങ്ങയുടെ അനുഭവം എന്താണ്? നമസ്കാരം. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് ഇന്നലെ ഞാൻ പല മാധ്യമങ്ങളിലും പറഞ്ഞു തന്നെ എനിക്കൊന്നും പറയാനുള്ളൂ. ഗോവിന്ദച്ചാമിയെ 4-ാം തീയതി 4/1/2011 തീയതി അവനെ 4-ാം പുലർച്ചെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഗോവിന്ദച്ചാമിയെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ കൊണ്ട് പൊട്ടൻസി പരിശോധന നടത്തിയിട്ടുണ്ട്. പൊട്ടൻസി പരിശോധന, ലൈംഗികക്ഷമത അവൻ്റെ പരിശോധിക്കുന്നതിനും ശാരീരികക്ഷമത പരിശോധിക്കുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ടീം ഓഫ് ഡോക്ടർമാരാണ് അവർ പരിശോധന നടത്തിയത്. ഇവൻ്റെ ആരോഗ്യസ്ഥിതി, ഇവൻ്റെ ശാരീരിക ക്ഷമതയൊക്കെ പരിശോധിക്കുന്നതിന്, പൊട്ടൻസി പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഓഫ് ഡോക്ടർമാരാണ് പരിശോധിച്ചത്. ഉന്മേഷ് സാറ് അത് വ്യക്തമായി റിപ്പോർട്ട് തരികയും അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ് സാറ് പറയുന്നുണ്ട് ഇവന് പൂർണ്ണ ആരോഗ്യമാണ്. 2 കൈയുമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെക്കാളും കൂടുതൽ ആരോഗ്യവാനാണെന്നും ഈ കുട്ടിയല്ല ഇതുപോലെ ഇതിലും കൂടുതൽ വെയിറ്റുള്ള ആളെ ഒറ്റയ്ക്ക് എടുക്കുന്നതിനും അവൻ്റെ കയ്യിന് പ്രാപ്തിയുണ്ടെന്നും ലൈംഗിക ശേഷി അധികമായിട്ടുള്ള ഒരാളാണെന്നും ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയായിട്ടുള്ള ആളാണെന്നൊക്കെ വളരെ വ്യക്തമായി ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ സർട്ടിഫൈ ചെയ്ത പ്രകാരം ഡോക്ടർ അപ്രകാരം ഡെപ്പോസിഷൻ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തതാണ് എന്ന് ഒരു കൺഫെഷൻ ഡോക്ടറോട് ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുണ്ട്. ഈ ഗോവിന്ദസ്വാമി പറയുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ഡോക്ടറുടെ റൂമിലുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും പുറത്തായിരുന്നു. ഞാനടക്കമുള്ള പോലീസുകാർ പുറത്ത് നിർത്തി പോലീസിൻ്റെ ആബ്സെൻസിലാണ് ഡോക്ടർ ഗോവിന്ദസ്വാമിയെ പരിശോധിച്ചത്. ആ ടീം ഓഫ് ഡോക്ടർമാരോട് ഗോവിന്ദസ്വാമി ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തതാണ്, മാത്രമല്ല എനിക്കിങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം അങ്ങനെ സ്ത്രീകളുമായോ പുരുഷന്മാരുമായിട്ടോ ബന്ധപ്പെടണം, മദ്യം കഴിക്കണം, മയക്കുമരുന്ന് കഴിക്കണം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു നീണ്ട ഒരു കുറ്റസമ്മതം ഈ ഡോക്ടറോട് പോലീസിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ഗോവിന്ദസ്വാമി നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ആ കുറ്റസമ്മത മൊഴി ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് എടുക്കുകയും അത് തെളിവായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, ആ തെളിവ് റദ്ദ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുണ്ടായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ അസാന്നിധ്യത്തിൽ പറഞ്ഞ ഒരു കുറ്റസമ്മത മൊഴിയാണെങ്കിലും പ്രതി പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി ആയതിനാൽ ആ കുറ്റസമ്മത മൊഴി തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുറ്റസമ്മത മൊഴിയിൽ ഗോവിന്ദസ്വാമി ആരാണെന്നും എന്താണെന്നും ഗോവിന്ദസ്വാമി തന്നെ ഡോക്ടർമാരോട് പറഞ്ഞതിന് പുറമെ ഡോക്ടർമാർ ശാസ്ത്രീയമായ പരിശോധനയിൽ അവൻ്റെ ക്ഷമത, അവൻ്റെ ലൈംഗിക ക്ഷമത, ആരോഗ്യസ്ഥിതി അവൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഇത്തരത്തിലൊരു കുറ്റകൃത്യം എന്നല്ല, ഇതിലും കൂടുതൽ വളരെ മൃഗീയമായ, ഇതന്നെ ഏറ്റവും മൃഗീയമായ ലോകം കണ്ടതിൽ വെച്ച അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമാണിത്. ഒരു റേപ്പ് മർഡറാണ്. കാരണം അത്രയും അവശത നിലയിൽ 24 പല്ലുകൾ നഷ്ടപ്പെട്ട് മുഖത്ത് വളരെ വലിയ രീതിയിലുള്ള മുറിവുകളുണ്ടായി. എന്നിട്ട് മൃതപ്പയായി കിടന്നിരുന്ന ആ കുട്ടിയെ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒറ്റക്കയ്യനായ ആളുകൾ എടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോയി 50 മീറ്റർ അപ്പുറത്ത് പോയി വിജനമായ മറ്റൊരു ട്രാക്കിൻ്റെ അവിടെ കൊണ്ടുപോയി മെറ്റലിലിട്ട് കടത്തി വളരെ മൃഗീയമായി റേപ്പ് ചെയ്തിട്ടുള്ള ഒരു മൃഗമാണ് ഈ ഗോവിന്ദസ്വാമി. തുടർന്നും അവൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അവനെ ഞങ്ങൾക്കറിയാം, വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അവൻ അറസ്റ്റ് ചെയ്തത് മുതൽ പിന്നീട് കസ്റ്റഡിയിൽ മേടിച്ചിട്ടുള്ള അന്വേഷണത്തിൽ തുടർന്നിങ്ങോട്ട് ട്രയൽ സമയത്ത് 4 മാസത്തോളം തുടർച്ചയായിട്ട് ഈ കോടതിയിൽ എൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടായിരുന്നതാണ്. അന്ന് മുതൽ എനിക്കറിയാം
ഇതിൻ്റെ പരിക്ക് പറ്റിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിലിരിക്കുക അന്നത്തെ ദിവസം ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അതിൻ്റെ വജൈനൽ സ്വാബ്, വജൈനൽ സ്മീർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് ഒരു ടീം ഓഫ് ഡോക്ടർമാർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടീം ഓഫ് ഡോക്ടർമാർ ഒരു കമ്പൈൻ മെഡിക്കൽ പരിശോധനയും കൂടി നടത്തിയിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരും കൂടിയുണ്ട്. അപ്പോൾ ആദ്യം നടത്തിയ പ്രിസർവ് ചെയ്ത അല്ലെങ്കിൽ ആദ്യം ശേഖരിച്ചിട്ടുള്ള വസ്തുക്കളും കമ്പൈൻ മെഡിക്കൽ പരിശോധനയിൽ ശേഖരിച്ചിട്ടുള്ള വസ്തുക്കളും പിന്നീട് പോസ്റ്റ്മോർട്ടം സമയത്ത് ശേഖരിച്ചിട്ടുള്ള വജൈനൽ സ്വാബ്, സ്മീർ തുടങ്ങിയ വസ്തുക്കളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു, DNA പരിശോധനയ്ക്ക്. അവിടെ പരിശോധന നടത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീകുമാർ സാറ്, DNA ഫോറൻസിക് സയൻസിൻ്റെ HOD, പരിശോധന നടത്തിയ DNA പരിശോധന നടത്തിയ ശ്രീകുമാർ സാർ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര ക്വാണ്ടിറ്റി എനിക്ക് പരിശോധനയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ ആ ഭാഗം എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. കിട്ടിയത് എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ആ ബ്രൂട്ടാലിറ്റി, അവൻ ചെയ്ത കൃത്യത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂരകൃത്യത്തിൻ്റെ അവൻ്റെ ആ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതാണ് ഗോവിന്ദസ്വാമി. ഈ ചാടൽ മാത്രമല്ല, ഇതിലപ്പുറം എടുത്തു ചാടാൻ പ്രാപ്തിയുള്ളവനാണ്, കഴിവുള്ളവനാണെന്ന് നേരിട്ട് അറിയാവുന്ന ആളാണ്. കൊടും ക്രിമിനലാണ് എന്ന് അറിയാത്തവരല്ല ഈ ജയിൽ ജീവനക്കാർ. എന്നിട്ട് എങ്ങനെയാണ് ഈ വലിയ വീഴ്ച സംഭവിക്കുന്നത്? അയാൾ അവിടെ കിടന്നോളും, അയാൾ അവിടെ നടന്നോളും, ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്നെങ്ങനെയാണ് കരുതുക? മാത്രമല്ല പലതവണ ജയിലിൽ ഇയാൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഭക്ഷണത്തിന്റെ പേരിൽ മാത്രമല്ല, അവിടെ അടിയുണ്ടാക്കിയിട്ടുണ്ട്, ജീവനക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ അവനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് 10 മാസത്തോളം PDPP ആക്ട് കേസ് പ്രകാരം. പക്ഷേ ആ ഭാഗത്ത് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനാരെങ്കിലും ഇവനെ എസ്കേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവന് ഏതെങ്കിലും വിധത്തിലുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെയോ മറ്റുള്ള സ്റ്റാഫിൻ്റെയോ സഹായങ്ങൾ കിട്ടിയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇവനെപ്പോലുള്ള ഒരു നൊട്ടോറിയൽ ക്രിമിനലിന് ഒരു വിധത്തിലുള്ള സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ സ്റ്റാഫുകളോ സഹായിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ കുറ്റകൃത്യം ചെയ്തത് അവൻ്റെ സ്വയം ഇഷ്ടപ്രകാരം അവൻ സ്വന്തം ചെയ്തിരിക്കാനാണ് സാധ്യത. കാരണം അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. കാരണം ഇവന് പുറത്തു പോയിട്ട് ഇവൻ്റെ അച്ഛനില്ല, അമ്മയില്ല, ജ്യേഷ്ഠനില്ല, ഒരു അനുജനുള്ളത് ജയിലിലായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ മറ്റ് ബന്ധുക്കളൊന്നുമില്ല, മറ്റ് ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു കോക്കസോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മാഫിയകളൊന്നും ബന്ധമുള്ള ആളൊന്നുമല്ല. ഇവൻ ഒറ്റയ്ക്ക് നടന്നിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിച്ചു വരുന്ന ഒരാളാണ്. ആർഭാട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കണം, സ്ത്രീകളെ ഉപയോഗിക്കണം, പുരുഷന്മാരെ ഉപയോഗിക്കണം, മയക്കുമരുന്ന് ഉപയോഗിക്കണം, മദ്യം ഉപയോഗിക്കണം. ഇതിനു വേണ്ടി മാത്രമാണ് അവൻ എസ്കേപ്പ് ആവുന്നത്. അല്ലാണ്ട് അവനൊരു കുടുംബജീവിതം നയിക്കാനോ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാനോ ഫ്രണ്ട്സിനെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനോ മറ്റൊന്നിനുമല്ല. അത് അവൻ തന്നെ കൺഫസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവർ ഒരു ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്, ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇത്തരമുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ള ആളെ ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ പറയുന്ന പ്രകാരം പരിശോധിക്കേണ്ടതായിരുന്നു. അതിലൊരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.